ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രിയുടെ അറസ്റ്റിന് അനുമതി. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിലും തന്ത്രിയുടെ അറസ്റ്റിന് വിജിലൻസ് കോടതി അനുമതി നൽകി. നിലവിൽ കട്ടിളപ്പാളി കേസിലാണ് തന്ത്രി കണ്ഠര രാജീവരെ അറസ്റ്റ് ചെയ്തത്. മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, തന്ത്രിയെ സംബന്ധിച്ചത് വീണ്ടും തിരിച്ചടിയാണ്. കട്ടിളപ്പാളി കേസിൽ മാത്രമല്ല, ആദ്യ കേസിൽ ദ്വാരപാലക ശില്പപാളയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച കേസിലും പ്രതിയാക്കുമെന്ന് നേരത്തെ തന്നെ വിവരങ്ങളുണ്ടായിരുന്നു. അതിലും അറസ്റ്റിന് കോടതി അനുമതി നൽകിയിരിക്കുകയാണോ? തന്ത്രിക്ക് കുരുക്കുമുറുകയാണ്. രണ്ടാമത്തെ കേസിൽ കൂടി പ്രതിയേർക്കപ്പെടുന്നു. അതിനുള്ള അറസ്റ്റ് നടപടികളിലേക്ക് അനുമതി അന്വേഷണ സംഘത്തിന് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും രണ്ടാമത്തെ കേസിൽ കൂടി വൈകാതെ തന്നെ അറസ്റ്റിലാകുകയും ചെയ്യും. ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി തന്ത്രി കണ്ഠര രാജീവരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ ജാമ്യാപേക്ഷ പിന്നീടാണ് പരിഗണിക്കുക. അത് പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്ത്രിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് SIT അപേക്ഷ നൽകുമെന്നുള്ളതാണ്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ നൽകാനാണ് സാധ്യത. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയതിന് ശേഷം കോടതി പ്രൊഡക്ഷൻ വാറന്റ് ഇഷ്യൂ ചെയ്ത് നാളത്തേക്ക് കൂടി തന്ത്രിയെ കോടതിയിൽ ഹാജരാക്കുക, അതിനുശേഷം കസ്റ്റഡിയിൽ വിടുക എന്നുള്ളതാണ്. അതാണ് തന്ത്രിയുടെ കാര്യത്തിലുള്ളത്. ഇനി രണ്ടാമത്തെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി തീർന്നതിനെ തുടർന്നാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. 14 ദിവസത്തേക്ക് കൂടി കോടതി റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ജനുവരി 27-ന് വീണ്ടും ഈ കേസ് പരിഗണിക്കുകയും ചെയ്യും. ശരി സിജോ, തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഇനി എപ്പോഴായിരിക്കും പരിഗണിക്കുക? തന്ത്രിയുടെ ജാമ്യാപേക്ഷ വൈകും. കാരണം കസ്റ്റഡി അപേക്ഷയാണ് ഇനി ആദ്യം പരിഗണിക്കുക. അതിനുശേഷം കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് തീരുമാനമുണ്ടാകും. വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് ആവശ്യമാണെന്നുള്ള ഒരു കാര്യമാണ് SIT കോടതിയിൽ മുന്നോട്ട് വെക്കുക. കാരണം പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തെ വിശദമായ ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം കസ്റ്റഡി അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിരുന്നതാണ്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ SIT കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുശേഷം കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും ജാമ്യാപേക്ഷ പരിഗണിക്കുക.